മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ബറോസിന്റെ ആദ്യ ലിറിക്കൽ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. മലയാളത്തിൽ മോഹൻലാൽ തന്നെയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. വിനായക് ശശികുമാറാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ഇസബെല്ല എന്ന് തുടങ്ങുന്ന ഗാനത്തിനായി മാസിഡോണിയയിലെ ഫെയിംസ് എന്ന ഓർക്കസ്ട്രയാണ് അണിചേർന്നത്. ലിഡിയൻ നാദസ്വരമാണ് ഈ ഗാനം കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു 3D ഫാന്റസി ചിത്രമായാണ് ബറോസ് ഒരുക്കിയിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ജിജോ പൊന്നൂസിന്റെ ബറോസ് ഗാർഡിയൻ ഓഫ് ഡി ഗാമാസ് ട്രഷർ എന്ന നോവലിനെ ആസ്പദമാക്കി എടുത്ത ചിത്രമാണ് ബറോസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും ബറോസ്. പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മോഹൻലാലിന്റെ ഒരു വേഷമായിരിക്കും ബറോസിലേത്. നേരത്തെ പുറത്തിറങ്ങിയ ട്രെയിലറിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയും ബറോസിനുണ്ട്. പൃഥ്വിരാജ് സുകുമാരനും ഒരു പ്രധാന വേഷത്തിൽ സിനിമയിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നടൻ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, സിംഗർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് മോഹൻലാൽ. നിരവധി ചിത്രങ്ങളിലും അദ്ദേഹം ഇതിനു മുൻപ് പാടിയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് റൺ ബേബി റൺ എന്ന ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിലെ ആറ്റുമണ പായയിൽ എന്ന ഗാനമായിരുന്നു. ഡാൻസും പാട്ടും ഉൾപ്പെടെ അഭിനയത്തിന്റെ എല്ലാ മേഖലയിലും കൈവച്ച് വിജയിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത്. മലയാളികൾ കൊടുത്ത ആ ടാഗ് എന്നും അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണ്. മികച്ച വിഷ്വൽസ് ആണ് ചിത്രത്തിലേതെന്ന് ഗാനരംഗങ്ങളിലൂടെ വ്യക്തമാണ്. ചിത്രത്തിൽ ഇസബെല്ല ഡി ഗാമയായി എത്തുന്നത് മായ റോ വെസ്റ്റ് ആണ്. സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് വി അജിത് കുമാറാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച മോഹൻലാൽ പിന്നീട് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനായി മാറി. അക്കാലത്ത് വേറിട്ട നിരവധി കഥാപാത്രങ്ങളിലൂടെ വന്ന് പ്രേക്ഷകരെ ഞെട്ടിച്ചു. തന്റെ മികച്ച അഭിനയത്തിന് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഒരു കാലത്ത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് സിനിമയിൽ ഹിറ്റായിരുന്നു. അവർ ഒരുമിച്ചെത്തിയാൽ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല. തനിക്ക് കിട്ടിയ റോളുകളെല്ലാം തന്നെ 100% വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. ഒടിയൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം നടത്തിയ മേക്ക് ഓവറും അതിനുദാഹരണമാണ്. ഓരോ സിനിമകളിലും അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു പുതുമ എന്നും പ്രേക്ഷകർക്ക് തോന്നാറുണ്ട്. പല അന്യഭാഷാ നടീനടന്മാർ പോലും മോഹൻലാൽ എന്ന നടന്റെ ആരാധകരാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസിനും അപ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരിക്കും. എന്തായാലും ബറോസിന്റെ ഓരോ അപ്ഡേറ്റ്സും ഇരുകൈയും നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നു. സിനിമ ഇറങ്ങാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഗ്യാരണ്ടി നൽകുന്ന ഒരു പടമാണ് ബറോസ് എന്നത് പുറത്തുവരുന്ന അപ്ഡേറ്റുകളിലൂടെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.